ആയുർവേദത്തിലെ ചികിത്സ കർക്കിടകത്തിൽ വളരെ പ്രാധാന്യത്തോടെ വൈദ്യന്മാർ പൂർവ്വകാലം തൊട്ട് പറഞ്ഞിരുന്നു. കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ പറ്റുന്നൊരു കാലമാണല്ലോ, മഴയും തണുപ്പും അല്ലേ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ രീതികളുമായിട്ടും കൂടെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോഴാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ 6 മാസം കൂടുമ്പോൾ നമ്മുടെ ഒരു വലിയ ശതമാനം ജനം ഇന്ന് ഫുൾ ബോഡി ചെക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതായത് ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ ബ്ലഡ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാമോ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്ത് ഒരു ദോഷമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം എന്തെങ്കിലും ദോഷമുണ്ട് എങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുന്നു. ഇതിന് പകരമായിട്ട് പഴയ കാലഘട്ടത്തിൽ ചേരുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വാഹനങ്ങൾ ഏത് തരത്തിലാണ് പഴയ കാലത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ ചെയ്തിരുന്നത്. അതായത് ഒരു 25 വർഷം മുമ്പ്, ഒരുപക്ഷെ മാരുതി ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഫിയറ്റ്, അംബാസഡർ, ജീപ്പൊക്കെ മാത്രമുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുക എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അവിടെ സർവീസിങ്, അക്കാലത്ത് സർവീസിംഗ് എന്ന് പറയുന്നത് വണ്ടി കഴുകൽ മാത്രമാണ് സർവീസിംഗ് ഉണ്ടായിരുന്നത്. വണ്ടി ഒരിക്കലും വരുന്നുണ്ട് ഇത്ര റൊട്ടീൻ 5000 കിലോമീറ്റർ വരുമ്പോഴോ 2000 കിലോമീറ്റർ വരുമ്പോഴോ പോയി ചെക്ക് ചെയ്യണമെന്നൊരു വ്യവസ്ഥയും ഒരു ചിട്ടയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മാരുതി ഇവിടെ വന്നതിന് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന വണ്ടിക്കുള്ള സർവീസിംഗ് സിസ്റ്റം തുടങ്ങുന്നത്. കാരണം ഓരോ 5000 കിലോമീറ്റർ കൂടുമ്പോഴും വണ്ടി ചെക്ക് ചെയ്യണം. അതിൻ്റെ കുറേ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്ന ഭാഗങ്ങൾ ചെക്ക് ചെയ്യണം, ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം, റിപ്പയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിശ്ചിതമായിട്ട് ഓരോ 5000 കിലോമീറ്ററോ 10000 കിലോമീറ്ററിനോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പൂർവിക കാലഘട്ടത്തിൽ തൊട്ട് ആയുർവേദ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു അസുഖമായിട്ട് ഒരു ആശുപത്രിയിലേക്ക് പോകുന്ന പോലെയാണ്. അതായത് പഴയ കാലത്ത് അംബാസഡറോ ജീപ്പോ കംപ്ലൈൻറ്റ് ഉണ്ടാകുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യുന്ന പോലെയാണ് അസുഖമായിട്ട് ആശുപത്രിയിൽ പോയി ആ അസുഖത്തെ റിപ്പയർ ചെയ്യുക എന്നുള്ളത്. അസുഖം വരാതിരിക്കാൻ നോക്കിയിരുന്നതാണ് ഈ സർവീസ്. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വർഷം മുഴുവൻ ഉണ്ടാവുന്ന, ഒരു വർഷം കൊണ്ട് നമുക്കുണ്ടാവുന്ന ബോഡിയിലുണ്ടാവുന്ന തേയ്മാനങ്ങളും മാറ്റങ്ങളും കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന ഒരു സംവിധാനം അത് പൂർവിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ പൂർവ്വ സമയത്ത് ഇതിനെ അസസ് ചെയ്തതിന് ശേഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും ശരീരത്ത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫർദർ പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷന് വേണ്ടിയുള്ള ചികിത്സകൾ വൈദ്യന്മാർ നടത്തിയിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് കർക്കിടകമാണ്.